മൂത്തമ്മാനോടും ഇളയമാനോടും മൂത്താപ്പനോടും ഇളയപ്പനോടൊക്കെ നല്ല ബന്ധമുണ്ടാണ്. ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ. ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം, സ്നേഹിക്കണം. മൂത്താപ്പ എന്തിനാണ് നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നത്? അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായമാണല്ലോ ഉപരിക്ക്. ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. നിന്റെ പിന്നെ കയ്യിലെ കൊണ്ടുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അത് ബറാത്തിലാവല്ല, ലൈലത്തുൽ ഖദറല്ല, ഏത് നല്ല കാലത്താണെങ്കിലും ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ തന്നെ ദുആ സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര പ്രശ്നമായ. ഏത് ലൈലത്തുൽ ഖദറായാലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. മക്കൾക്ക് കുടുംബ ബന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ. നീ എവിടെ പോകുന്നടാ? കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകുന്നത്? എടെ മൂത്തമ്മാന്റെ അടുത്താ? ആ പോകലെല്ലാം പോയിക്കോ, കൊറേ സാധനം ഒന്നും അടുത്തേക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിയാൽ മതി എന്നല്ല പറയേണ്ടത്. മൂത്തമ്മ എന്ന് പറഞ്ഞാൽ ആരാധന നിനക്ക്? ഉമ്മ ആ പണ്ട് കാലത്ത് 2 കൊല്ലം അസുഖത്തിൽ കിടന്ന മരണത്തോട് മല്ലിട്ടൊരു രോഗിക്കറിയില്ലേ? ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയാണ്. ആ മൂത്തമ്മക്ക് ഇപ്പൊ പ്രായമായി, നമ്മളെ ഉമ്മാമ്മന്റെ സ്ഥാനത്താണ്. നീ നന്നായിട്ട് പരിഗണിക്കണം കേട്ടാ. കുറച്ച് എന്തെങ്കിലും നല്ല ഹദിയല്ല മൂത്തമ്മക്ക് കൊടുക്കണം, അങ്ങനെ പറയുന്നത്.